ബ്രോ ആഗസ്റ്റ് 15-നെ കുറിച്ച് എന്താണ് ബ്രോ അഭിപ്രായം? ഇൻഡിപെൻഡൻസ് ഡേ ചുമ്മാ പനിയാണ്. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് പനിയാണ്. ഇത് കാന്തമാണ്. കറങ്ങി വന്നു. വന്നടാ, മെയിൻ ആൾക്കാർ വന്നു. സ്വാതന്ത്ര്യദിനമായിട്ട് എന്താണ് പറയാനുള്ളത്? ഹാപ്പി ഇൻഡിപെൻഡൻസ്. ഹാപ്പി ബർത്ത്ഡേ പറയാത്ത ഓ ഇപ്പൊ റീല് കണ്ട് മറ്റേ കൊടി ഉയർത്തിയിട്ട് ഭാരത് മാതാക്കി ചെയ്യുന്നില്ലേ, മാതാപിതാക്കി ചെയ്യുന്നു. പൂ വെച്ച അങ്ങനെയല്ലടാ. സ്വാതന്ത്ര്യദിനം ഇത് 10 മണിയാവും കേട്ടോ. പിന്നല്ലാതെ ഹായ് 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 ഹായ്. ബ്രോ ആഗസ്റ്റ് 15-നെ കുറിച്ച് എന്താണ് ബ്രോ അഭിപ്രായം? ഇൻഡിപെൻഡൻസ് ഡേ ചുമ്മാ പനിയാണ്. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് പനിയാണ്. പനിയാണല്ലേ? ഒരിതില്ല. വേണ്ട, അതിന് മേല് കയറാത്തത്. ഇത് കൊടിയിലങ്ങ് കയറി പോകാറുണ്ട്. അവിടെ എല്ലാം പോയിരിക്കുന്നത്. നല്ല പൊക്കോ കൊണ്ട് നീ അതിങ്ങനെ മുട്ടയും കൂടി അടിച്ചാ ഓക്കെ. മുട്ടയും അടിക്കണം. എന്നിട്ടുള്ള താരെല്ലാം കാണാൻ. ഇൻഡിപെൻഡൻസ് ഡേയിൽ സ്വാഗതം ആശംസിക്കുകയാണ് ഞാൻ എല്ലാവർക്കും. ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ ഭാഗമായി CSI നഴ്സറി സ്കൂളിൻ്റെ ഭാഗമായി പതാക ഉയർത്താനായി വന്നിരിക്കുന്ന വിശിഷ്ട അതിഥിയാണ് നമ്മുടെ ഇടവക അധ്യക്ഷൻ. അദ്ദേഹത്തിന് ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. കടന്നു വന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആശംസിക്കുന്നു. സാക്ഷികളുള്ള എല്ലാവർക്കും രക്ഷകർത്താക്കൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് 79ാമത് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഫ്ലാഗ് ഉയർത്തുന്നതിനായി അച്ഛനെ ക്ഷണിക്കുകയാണ്. അച്ഛൻ അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞ് ഫ്ലാഗ്. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്കൊരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ നമ്മളെല്ലാവരും സഹായിച്ചു. പ്രത്യേകിച്ച് 79 വർഷക്കാലം നമ്മുടെ ഭാരതദേശത്തിന് ഒരു ഏജ് ആയിരുന്നു. അപ്പോൾ അതൊരു വലിയ ഒരു ചരിത്രം തന്നെയാണ്. ഈ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾക്കും ഇവിടെ ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചു. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങൾ, പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ നേടിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഗലാത്യർ 5-ാം അധ്യായം അതിൻ്റെ 13ാമത്തെ വാക്യമാണ്. അവിടെ പറയുന്നത് സ്വാതന്ത്ര്യം നമുക്ക് വെറുതെ കളയാനുള്ള അല്ലെങ്കിൽ ആസ്വദിക്കാനുള്ള ഒരു കാര്യം മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനുമുള്ളതാണ് സ്വാതന്ത്ര്യം. അപ്പോൾ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫ്രീഡം ഈസ് നോട്ട് എ ഗിഫ്റ്റ് ബട്ട് എ റെസ്പോൺസിബിലിറ്റി. ഒരിക്കലും ഒരു സ്വാതന്ത്ര്യം കിട്ടുക അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ദാനമല്ല, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച് വെറുതെ ആസ്വദിച്ച് കളയാവുന്ന അല്ലെങ്കിൽ പാഴാക്കി കളയാവുന്ന ഒന്നല്ല, മറിച്ച് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം ഈ രാഷ്ട്രത്തോട് ഉള്ള നമ്മുടെ കടപ്പാട്, അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തോടുള്ള ഒരു കടപ്പാട്, നമ്മുടേതായിട്ടുള്ള വിശ്വാസത്തിനോടുള്ള കടപ്പാടാണ്. അതുകൊണ്ട് ആ ഒരു സേവ ചെയ്യുവാൻ നമ്മൾ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മെസ്സേജ് ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിച്ച മെസ്സേജ് ഫ്രീഡം ഈസ് നോട്ട് എ ഗിഫ്റ്റ് ബട്ട് എ റെസ്പോൺസിബിലിറ്റി. സ്വാതന്ത്ര്യം ഒരിക്കലും ഒരു ദാനം മാത്രമല്ല,
മറിച്ച് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായിരുന്നു, ഇപ്പോഴുമാണ്, ഇനിയും ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ വീണ്ടുമുള്ള തലമുറയ്ക്ക് ഈ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം നമുക്കുള്ളതാണ്. അത് നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കും. അപ്പോൾ നമുക്ക് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് സെറമണിയിലേക്ക് നമുക്ക് ഉയർത്തി. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे പറക്കുന്നു. ഇതെന്തിനാണിത്? കാറ്റില്ല. ആ